നമസ്കാരം. ഞാൻ ഇന്നുള്ളത് വയനാട് തൂപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 ദിവസമായിട്ട്, ഇതിപ്പോൾ 7ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ പുൽപ്പള്ളി, അമരക്കുനി, അതുപോലെ തന്നെ ആടിക്കൊല്ലി, ഊട്ടിക്കവല, ദേവർഗദ്ദ, അതേപോലെ തന്നെ ഈ അവസാനത്തെ ഈ ഒരു തൂപ്ര എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ആയിട്ടായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ 7 എപ്പിസോഡുകളായിട്ട് നമ്മൾ ചിലവഴിച്ചുകൊണ്ടിരുന്നത്. വിഷയം എന്നാണെന്നുള്ളത് സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാവും. കടുവ തന്നെയായിരുന്നു നമ്മുടെ ടോപ്പിക്ക്. കഴിഞ്ഞ 10-12 ദിവസമായിട്ട് അമരക്കൂനിയിൽ നിന്ന് തുടങ്ങിയ ഒരു കടുവയുടെ ആക്രമണം, അതായത് കടുവ ഒരു ആടിനെ പിടിച്ച് തുടങ്ങിയ ഒരു സംഭവമാണ്. പിന്നീട് അങ്ങോട്ട് ഈ ഒരു ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഈ കഴിഞ്ഞ ഒരാഴ്ച തന്നെ 5 ആടിനെയാണ് ഈ ഒരു കടുവ പിടിച്ചത്. കടുവേനെ പിടിക്കാനായിട്ട് അന്ന് മുതൽ, അതായത് ഒരു 8-9 ദിവസമായിട്ട് ഇവിടെ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. 100 കണക്കിന് വനംവകുപ്പ് ജീവനക്കാരായിരുന്നു ഈ ഒരു ദൗത്യത്തിൽ പങ്കെടുത്തിരുന്നത്. അന്ന് മുതലുള്ള 7 ദിവസത്തെ കാഴ്ചകൾ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഞായറാഴ്ചയാണ്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വെള്ളിയാഴ്ചയാണ്. ഇന്നലെ രാത്രി, അതായത് വ്യാഴാഴ്ച രാത്രി 11 മണിയോടുകൂടിയാണ് ഈ കടുവ വീണത്. അതായത് കഴിഞ്ഞ ഒരു 10-12 ദിവസമായിട്ട് വലിയ പ്രശ്നമായിരുന്നു ഈ ഒരു പ്രദേശത്ത്. ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പല ദിവസങ്ങളിലും ഈ സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നു. പല ആളുകൾ കടുവയെ നേരിട്ട് കാണുന്നു. പല വീട്ടിൽ നിന്നും ആളുകൾ നോക്കി നിൽക്കെ കടുവ ആടിനെ കടിച്ചു കൊല്ലുന്നു. ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങളായിരുന്നു ഇവിടെ. ഏതായാലും അതിനൊക്കെ ഒരു സമാപ്തിയായിരിക്കുകയാണ്. ആ കടുവ ഇന്നലെ രാത്രി, അതായത് വ്യാഴാഴ്ച രാത്രി ഒരു 11 മണിയോടുകൂടി കൂട്ടിലകപ്പെട്ടു. ഏതായാലും ഞാനിപ്പോൾ ആ പ്രദേശത്താണുള്ളത്. നമ്മളിന്ന് ഇവിടെ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളെ കാണാനായിട്ട് പോവുകയാണ്. ഇന്നലെ രാത്രി അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. നമുക്ക് ആ സമയത്ത് എത്താനായിട്ട് പറ്റിയില്ല. നമ്മൾ പല ദിവസങ്ങളും രാത്രി നമ്മളിവിടെ ചിലവഴിച്ചിരുന്നു കേട്ടോ. ഈ നമ്മുടെ ചാനൽ കാണേണ്ട ആളുകൾക്കറിയാം, ഉറക്കമൊഴിച്ച് നമ്മളിവിടെ ചിലവഴിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല കഴിഞ്ഞ രാത്രി. പക്ഷേ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരുന്നു ഇത് വന്ന് കൂട്ടിക്കയറിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ലൈവായിട്ടോ ഡയറക്റ്റ് നമ്മുടെ ക്യാമറയിലൊന്നും പകർത്താനായിട്ട് നമുക്ക് സാധിച്ചില്ല. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ തൂപ്ര എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. വഴിയെ നമ്മൾ ഇനി കഴിഞ്ഞ രാത്രികളിലെ കഥയും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം കേട്ടോ. ഈ വഴി നിങ്ങൾക്കറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. ഇവിടെയാണ് ഏറ്റവും അവസാനത്തെ എപ്പിസോഡിൽ, നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് കണ്ട ആ ഒരു എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു സ്ഥലം കണ്ടാണ് ഇവിടെയാണ് ആ കൂട് സ്ഥാപിച്ചിരുന്നത്. നമ്മൾ ആ ഒരു വീട്ടിലേക്കാണ് പോകുന്നത്. ആ ഒരു വീട്ടിലെ ആളുകൾ അവരുടെ ആടിനെ പിടിക്കുന്ന ആ ദിവസം 3 പ്രാവശ്യം കടുവയെ നേരിട്ട് കണ്ടതാണ്. ചന്ദ്രൻ ചേട്ടാ, ആശ്വാസമായോ? ആശ്വാസമായി ഒരുവിധം. പക്ഷെ കൂടൊക്കെ പോയില്ലേ, കൂടെ ഇനി ഉണ്ടാക്കണം. കൂട് ഇപ്പോൾ ചേട്ടൻ ഇപ്പോൾ പൊളിച്ചതാ? ഇപ്പോൾ ഞാൻ പൊളിച്ച് കളഞ്ഞു. അത് മുഴുവൻ മൊത്തം ചെരിഞ്ഞ് കിടക്കുന്നുണ്ടോ ആ ഗുസ്തി കാരണം. കഴിഞ്ഞ ദിവസം മിനിയാന്ന് കയറി പിടിച്ചതിൻ്റെ എല്ലാം കൂടെ ഇങ്ങോട്ട് പോകും. കൂടൊക്കെ ഇങ്ങോട്ട് ചെരിഞ്ഞ് പോയായിരുന്നല്ലേ? ചെരിഞ്ഞ് പോകുന്നു. അപ്പോൾ ഇന്നലെ രാത്രി എത്ര മണിക്കാണ് ശരിക്കും ഇത് കൂട്ടി കയറിയേ? ഇന്നലെ 11:30 അല്ലേ? ഏത് നമ്മൾ ആദ്യം കണ്ട ആ കൂട്ടിലല്ലേ? അല്ല. ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാം അവനെ. ഞാൻ കാണിച്ചു തരാം. ആട് നല്ല കരച്ചിലല്ലേ? പേടിച്ചിട്ടായിരിക്കും അല്ലേ? അകത്താ കിട്ടുന്നത്. അകത്ത് കിട്ടല്ല, അതെ, രക്ഷയില്ല. അതെ. വണ്ടിയിലല്ലോ വന്ന്. പട്ടികളുടെയൊക്കെ ഒരു കുരയ്ക്ക് പോലും വ്യത്യാസം ഉണ്ടല്ലേ? എല്ലാവരും പേടിച്ചില്ലേ? പട്ടികൾ കുരയ്ക്കൂല മിക്കവാറും. അതെ, പേടിച്ചിട്ട് കരയുന്നു അല്ലേ? പേടിച്ചിട്ട്. അതെ ചേട്ടാ. അതുപോലെ ചേട്ടൻ ഇന്നലെ വൈകിട്ട് ഈ കടുവനെ കണ്ടെന്ന് പറയുന്നത്? 5:30 5:30 കഴിഞ്ഞു. 5:45 ഞാൻ കടയിൽ പോയിട്ട് ഇങ്ങോട്ട് വരുന്ന, ഞാൻ എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിരുന്നു, അവനിങ്ങോട്ടും തിരിഞ്ഞ് പറഞ്ഞു, ആണ്ട് പോകുന്ന കടുവ. ഈ വഴി നമ്മളെ ഇറങ്ങി വരാം. എന്നിട്ട് നമ്മുടെ ഈ ഏരിയയിലേക്ക് പോന്നു. ഇങ്ങോട്ട് കയറി ആ വീടിൻ്റെ പുറകെ കൂടെ വന്ന് ഇങ്ങോട്ട് വന്നു. അപ്പോഴേ ആ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിയാ? ആ റോട്ടിൽ നേരെ ഇങ്ങോട്ട് വട്ടം. ആ റോഡില്ലേ, മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന റോഡ്, അവിടെ നിന്ന് വട്ടം ഇങ്ങോട്ട് ക്രോസ് ചെയ്തല്ലേ? ക്രോസ് ചെയ്തു. അപ്പം 5:30 5:45 ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ എനിക്ക് പിള്ളേരൊക്കെ പുറത്തല്ലേ, നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. എൻ്റെ വീടിൻ്റെ നേരെയാണ് വരുന്നത്.
അപ്പോൾ എനിക്ക് ആകെ ബേജാറായി. ഫോണാണ് ഈ നമ്പർ എടുത്തിട്ടും കിട്ടുന്നില്ല. ഒരു തരത്തിലെടുത്ത് വിളിച്ച് ഇവരെ കറി കൂയിക്കൊണ്ട് എല്ലാവരും കൂടെ ആടിനെ അഴിച്ച് തൂക്കി പോയി. വന്ന വരവ് ഇങ്ങോട്ട് നമ്മുടെ ഏരിയയിൽ ഈ കൂട്ടിൻ്റെ അടുത്തേക്ക് ഒന്നും വന്നിട്ടില്ല, ഇങ്ങോട്ടും വന്നിട്ടില്ല. നേരെ അക്കരെ കയറിയത്, അക്കരെ കയറി. അങ്ങനെയാണ് ഒരു ലൈവ് കാണിക്കുന്നുണ്ടല്ലോ ഒരു കാറിനകത്ത്. ആ കേരള ആ വഴിയാണ്, അങ്ങോട്ട് പോയി. ആ വഴിയാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വഴി. അങ്ങോട്ട് പോയി. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരും? അല്ല, പിന്നെ ആ പ്രദേശം ഇവിടെ ഇറങ്ങിയിട്ടാണ് ഈ 11:30 അവിടെ തന്നെ കൂട്, ആ കയറിയ സ്ഥലത്ത് തന്നെ കൂട്. അവിടെ കൂട് വെച്ചിരിക്കുന്നു. ആ മരം കിടക്കുന്നില്ലേ, ആ മരത്തിന്റെ അതിൽ ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. ഞാൻ അവിടെ നേരെ ഇങ്ങോട്ടാ. ഞാൻ തൊട്ടത് അവിടെ തന്നെ ഞങ്ങൾ രണ്ടുപേരും വർത്താനം പറഞ്ഞു നിൽക്കുക. ചേട്ടൻ ഇവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു? അവിടെ ആ റോട്ടിൽ തന്നെ. അപ്പം ഈ പോസ്റ്റിൻ്റെ ഇവിടുന്ന്? അതെ. ഞാൻ അപ്പം അങ്ങോട്ട് മാറിയുള്ളൂ. മാറി പുറകെ തന്നെ പറഞ്ഞപ്പോൾ ഇതാ കൊണ്ട് കടുക. ഈ പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നിങ്ങനെ വന്നല്ലേ? ഈ പോസ്റ്റിൻ്റെ ഈ വണ്ടി ഇരിക്കുന്നില്ലേ, അതിൽ ഇങ്ങനെ പോയില്ലേ? ഇങ്ങനെ പോയി. ചേട്ടൻ്റെ വീട് ഇവിടെ? അവിടെ വീട്. അപ്പം തന്നെ ഓടി ഇങ്ങോട്ട് പോകുന്നു അല്ലേ? അതല്ല, ഞാൻ പിന്നെ അവരെയൊക്കെ വിളിച്ചു. എനിക്ക് ഓടാൻ പറ്റില്ല. ഫോറസ്റ്റുകാർ വന്നിട്ട് എന്നെ കുട്ടി വീട്ടിൽ കൊണ്ടാക്കി. അവർ 5-6 ആളുണ്ടായിരുന്നു. അപ്പോഴേക്കും ആ പെണ്ണും വന്നായിരുന്നു. പെണ്ണിനെ എന്നെയും കൂടെ അവിടെ കൊണ്ടാക്കി. അപ്പത്തേക്ക് വാലടച്ചാ? വാലടച്ച് കയറിയ പിന്നെ പുറത്തിറങ്ങിയില്ല. വലിയ വിഷമത്തിലാണ്. കുട്ടികളൊക്കെ കരയും അവിടെ കിടന്നിട്ട് പേടിച്ചിട്ട്. ആദ്യത്തെ അനുഭവം അല്ലേ? അനുഭവം കൊണ്ട് എല്ലാം പേടിച്ച് കരയും. അത് ഇതിലെ ആ പാസ് ചെയ്ത് ഇതിലിങ്ങനെ പോയില്ലേ? ഇതിലിങ്ങനെ ആട്ടോ പോയെ. ഈ വഴിക്കുന്ന ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടോ പോയെ. ചേട്ടൻ ആ സമയത്ത് ഇവിടെ നിൽക്കുക അല്ലേ? ഞാനിത് ഈ ആ തേക്കിൻ്റെ അവിടെ നിൽക്കുക അല്ലേ? നമ്മളെ ശ്രദ്ധിച്ചേ ഇല്ല, നേരെ ഇറങ്ങി കൂളായിട്ട് പോയില്ലേ? അല്ല, ഇന്നലെ ഇപ്പം എന്തായാലും ഇതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ വാട്സപ്പിൽ കണ്ടില്ലേ? കണ്ടു. ഈ കട തന്നെയല്ലേ? അതേ സാധനം തന്നെ അല്ലേ? ഞാൻ മൊത്തം ഇപ്പോൾ 4 പ്രാവശ്യം കണ്ടല്ലോ. മനസ്സിലായില്ലേ? അവിടെ പിടിക്കുന്നതും കണ്ടു. അല്ല, ശരിക്കും ഇത് 10-13 വയസ്സുള്ള കടുവയാന്നൊക്കെയാണ് ആദ്യം പറഞ്ഞോണ്ടിരുന്നത്. പ്രായമുണ്ട് കുറച്ച്. നടക്കുമ്പോൾ ഇതിൽ ഒരു അവശ്യ രീതിയിൽ തന്നെ നടക്കുന്നത്. പക്ഷെ ആദ്യത്തിനൊന്നും കുഴപ്പമില്ല, വിശപ്പുകൊണ്ടായിരിക്കും. ഒന്ന് പിടിച്ചാലേ തിന്നാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ആ നടപ്പിന് അങ്ങനെ വയറൊട്ടിയാണോ? അല്ല, അത് അവർ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞേ വയറ് വീർത്താണല്ലോ ഇരിക്കുന്നത് ചോദിച്ചപ്പോൾ വയറ് അടിവയറാണ്. അപ്പോൾ അടിയിൽ വിശപ്പ് ആയിക്കഴിഞ്ഞാൽ അടിവയറാണ് ചുറ്റാൻ തോന്നുന്നു. അപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. ഞങ്ങളത് അവിടെ ഒന്ന് വർത്താനം പറയുന്നത് ആ തേക്കിൻ്റെ ഇതിലാണ്. അന്നേരം ഞാൻ ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങിയുള്ളൂ. ഇപ്പം ചേട്ടൻ നിൽക്കുന്ന ഈ വഴി കൂടെ നടന്നിങ്ങ് പോകുന്നല്ലേ? ഇതിലെ നടന്നു. ഒരു ഭീകരാവസ്ഥയല്ലേ? അയ്യോ, ഞാൻ തന്നെ ഞെട്ടിപ്പോയില്ല അന്നേരം. അതെ. രാത്രി വന്നത് തന്നെ രാത്രി പ്രതീക്ഷ കൊണ്ട് നിൽക്കുമ്പോൾ പകലും കൂടെ അല്ലേ? പകല് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് പിന്നെ വിളിച്ചിട്ട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. വിളിച്ചിട്ട് ഫോണും കിട്ടുന്നില്ല, നമ്പറും കിട്ടുന്നില്ല. ഓടുമായിരുന്നോ നടന്നു പോകുമായിരുന്നോ? നടന്നു പോയി. അങ്ങനെ നടന്നു പോയി. എങ്ങോട്ടൊരു നോട്ടമില്ല, ആരെ നോക്കാണ്ട് നടന്നു പോകുമായിരുന്നു അല്ലേ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു കാറിൻ്റെ ഡാഷ് ക്യാമിൽ കിട്ടിയ ഒരു വീഡിയോ ആണ്. ഇന്നലെ രാത്രി ഇതിലെ പാസ് ചെയ്ത ഒരു കാർ യാത്രികൻ അയാളുടെ കാറിൻ്റെ ഡാഷ്ബോർഡിൽ നിന്ന് കിട്ടിയ ഒരു വിഷ്വലാണ്. അവിടെ മുതലാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഈ കടുവയുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പിടിച്ചോണ്ട് പോയിട്ട് പിന്നെ ഇല്ലാന്ന് പോകുന്നു കടുവ കയറി പോകുന്നു. അത് എടുക്കുമോനെ, വീഡിയോ എടുക്ക്. ഇങ്ങോട്ടടിച്ചതേ കയറി പോണതേ. ആ വീട്ടിലേക്കാ കയറി പോയേക്കണേ. നമുക്ക് പറയാം. അയ്യോ, ആദ്യമായിട്ടാ ഇതിനകത്തുണ്ടാവും. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു ഡാഷ് ക്യാമിൽ കണ്ട ഒരു വിഷ്വൽ നടന്ന ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ ആ സ്ഥലം കൃത്യമായിട്ട് കാണിച്ചു തരാം. ഈ ഒരു വഴിയാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഒരു സൈഡിൽ മുഴുവൻ റബ്ബർ, അതുപോലെ തന്നെ കവുങ്ങൊക്കെയാണ്. ഈ ഒരു സൈഡിലൊക്കെ വീടുകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ആ ദൃശ്യങ്ങൾ കണ്ടല്ലോ, ആ ദൃശ്യങ്ങൾ നടന്ന ആ ഡാഷ് ക്യാമിൽ കിട്ടിയ ആ ഒരു വീഡിയോ കണ്ട ആ ഒരു പ്രദേശത്താണ് നിൽക്കുന്നത്. ഈ ഒരു പ്രദേശം ഒരു 3 എപ്പിസോഡുകൾക്ക് മുന്നേ നിങ്ങൾ കണ്ടു കാണും. ദേവർഗദ്ദയിൽ ആടിനെ പിടിച്ച ഒരു എപ്പിസോഡുണ്ടായിരുന്നു. ഒരു അപ്പാപ്പൻ്റെ അമ്മമ്മയുടെ വീട്ടിലെ ഒരു ആടിനെ
കടുവ കടിച്ച് തോളത്ത് കയറ്റിക്കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ ഒരു പ്രദേശത്ത് അന്ന് അവിടെ ഒരു കൂട് വെച്ച ഒരു വയൽ പ്രദേശത്ത് ഒരു കൂട് വെച്ച ദൃശ്യങ്ങൾ നമ്മളന്ന് കാണിച്ചിരുന്നു. ആ കൂട് വെച്ച ഈ കടുവ കൂട് വെച്ചത് ഈ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്താണ് കടുവ. കണ്ടിട്ടില്ല. ഞാൻ ആ സ്ഥലം കാണിച്ചു തരാം. ആ ഒരു കാറ് ഈ ഒരു വഴിയാണ് കടന്നു വന്നത്. ഇങ്ങനെ വന്നിട്ട് അവർ ഇവിടെ ഈ ഒരു പ്രദേശത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇവിടുന്ന് ഇങ്ങനെയാണ് ആ ഒരു കടുവ ക്രോസ് ചെയ്ത് പോയത്. ഈ പറമ്പിൽ നിന്നാണ് ക്രോസ് ചെയ്ത പോയാൽ? അല്ലല്ല, റോട്ടിൽ കൂടെ തന്നെയല്ല വന്നേ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് കയറിപ്പോയില്ലേ? ഇങ്ങോട്ട് ഈ വഴിക്ക് ഇങ്ങനെ നേരെ മുകളിലേക്കാണ് കയറിപ്പോയത്. അതുപോലെ തന്നെ ആ കൂടെ എവിടെയായിരുന്നു വെച്ചിരുന്നത്? കൂട് കുറച്ച് മുകളിലല്ലേ? അന്ന് ആ കൂട് വെച്ച നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടാണ്. ഇവിടെ വെച്ചാണ് നമ്മൾ അന്ന് ആ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത്. ആ മുകളിൽ വരെയാണ് നമുക്കന്ന് പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നിട്ടാണ്. ആ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് മനസ്സിലാവും. അന്ന് ആ കൂട് സെറ്റ് ചെയ്ത് ഒരു കൂട് സെറ്റ് ചെയ്ത് ഇവിടെയായിരുന്നു. ഇത് അന്ന് ആദ്യം വെച്ച കൂടാണ് ചേട്ടാ? ഇതെവിടെയാ? അത് ആദ്യം വെച്ച. ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ പുല്ലൊക്കെ മാറി കിടക്കുന്നുണ്ടപ്പോൾ. ആദ്യത്തെ ദിവസം, അതായത് ദേവർഗദ്ദയിൽ ആടിനെ പിടിച്ച് അന്ന് ദേവർഗദ്ദയിൽ ആടിനെ പിടിച്ച ദിവസം ഈ ഒരു സ്ഥലത്ത് അന്ന് കൂട് വെച്ച് നമ്മളൊന്ന് കാണിച്ചാണ്. ഇവിടെ തന്നെയാണ് കടുവ വീണത്. ഇവിടുന്ന് മുകളിലേക്ക് കയറിപ്പോയി, റോട്ടിൽ നിന്ന് മുകളിലേക്ക് കയറിപ്പോയിട്ട് കറങ്ങി അടിച്ച് പുള്ളി ഇങ്ങോട്ട് തന്നെ വന്നു. ഇവിടെ വന്ന് ഈ കൂട്ടി കയറുക. ഇതിലെങ്ങനെയാണ് ചത്ത ആടിനെയാണോ വെച്ചത്? അതായത് ജീവനുള്ളതാണോ വെച്ചത്? ചത്തേനെ വെച്ചു. 3-4 ദിവസം വെച്ചു. എന്നിട്ട് കിട്ടിയില്ല. ആദ്യത്തെ അന്ന് വെച്ചാലേ? അന്ന് വെച്ചാ. നമ്മളന്ന് ആ വീഡിയോ ഒക്കെ എടുത്തത് ഇവിടെ വന്നു കേട്ടോ. ഇവിടെയായിരുന്നു കൂട് വെച്ചിരുന്നത്. ഇവിടെ വന്ന് കയറിയില്ലേ? DFO ഇന്നലെ സംസാരിക്കുന്നത് ഞാൻ കേൾക്കാനായിട്ടിടയാ. എനിക്കതിൻ്റെ വിഷ്വലൊന്നും കയ്യിലില്ല. പക്ഷേ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വനംവകുപ്പ് ആട്ടിൻകൂടിന് സമാനമായിട്ടുള്ള ഒരു കൂട് സെറ്റ് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് കടുവ സ്ഥിരമായിട്ട് ആടിനെ പിടിക്കുന്നൊരു കടുവ ആയതുകൊണ്ട് ആട്ടിൻകൂടാന്നുള്ളൊരു പ്രതീതി വരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തി. അതായത് നമുക്കിവിടെ കാണാം കൂടിൻ്റെ കൂടെ തന്നെ ആട്ടിൻകൂടിൻ്റെ സമാനമായിട്ടുള്ള ഇതേപോലെ കവുങ്ങിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു സംവിധാനമൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ കടുവേനെ സത്യം പറഞ്ഞാൽ പറ്റിക്കുകയായിരുന്നു. ഏതായാലും അതിൽ ആ ഒരു ട്രിക്കിൽ കടുവ വീഴുക തന്നെയായിരുന്നു. ഇപ്പം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇവിടെ ആട്ടുംകാട്ടമൊക്കെ കിടക്കുന്നതാണ്. ഏതായാലും ഇതാണ് ഇവിടെ നടന്ന ആ ഒരു സംഭവം. ഇവിടെ നിന്നാണ് ആടിനെ പിടിച്ചത്. ക്ഷമിക്കണം, ഇവിടെ നിന്നാണ് കടുവേനെ പിടിച്ചത്. ഇവിടെ ഏതായാലും ചോരയൊക്കെ കിടക്കുന്നതാണ്. ആ ആടിനെ പിടിച്ചെന്ന് തോന്നുന്നു അല്ലേ കടുവ? പിടിച്ചു. ആടിനെ കൊന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ ചോരപ്പാടൊക്കെ കിടക്കുന്ന കാണാം. അത് അവിടെ കിട്ടിയ ആടല്ലേ? ആണല്ലേ? അതിനെ കുരുതി കൊടുത്തല്ലേ? കേട്ടിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടു നിർത്തിയില്ലേ? സാധാരണ 2 തട്ടായിട്ടാണ് വെക്കുന്നല്ലേ കൂട്? 2 സെക്ഷനായിട്ട്. ജീവനോടെ പൊതുവെ അങ്ങനെ കൊടുക്കാറില്ലല്ലേ? ഏതായാലും ജീവനോടുകൂടി തന്നെയാണ് ആടിനെ കൊടുത്തത്. നമ്മളിപ്പോൾ കണ്ടു അവിടെ ചോരപ്പാടൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഇവിടെയാണ് കൂടിരുന്നത് കേട്ടോ. ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതേതാണ് സ്ഥലം എന്നുള്ളത്. അതായത് 3ാമത്തെ എപ്പിസോഡിൽ ദേവർഗദ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് ആടിനെ പിടിച്ച സമയത്താണ് നമ്മളിവിടെ വന്നത്. ഇവിടെ ഈ താഴെയുള്ള ഈ ഒരു വയലിനപ്പുറത്തുള്ള പ്രദേശത്തായിരുന്നു അന്ന് കൂട് വെച്ചിരുന്നത്. ഏതായാലും ആ കൂട്ടിലാണ് ഇപ്പോൾ കടുവ വീണിരിക്കുന്നത്. ഒന്ന് ടോർച്ച് അടിച്ചടാ ചങ്ങായിമാരെ. ടോർച്ച് ഒന്നിച്ചേ. ടോർച്ച് മാത്രം പിടിക്കാടാ പിടിക്കാടാ. ഒന്നുകൂടെ എന്താ മോനെ കുട്ടാ നീ നമ്മളെ മോനെ കുട്ടാ ഇങ്ങോട്ട് നോക്കിയടാ. ഇവന് എന്നാ കുഴപ്പമുണ്ടെന്നാ പറയുന്നത്. ഫോൺ എടുക്കാൻ
ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോയുടെ നമ്മളിതൊരു 7 എപ്പിസോഡായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിന് മുൻപിലത്തെ 6 എപ്പിസോഡ് കണ്ടിട്ട് മാത്രം നിങ്ങൾ ഈ എപ്പിസോഡ് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. എങ്കിലേ ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ ഒന്നുമല്ലാത്ത എങ്കിലും മാക്സിമം നമ്മൾ കറക്റ്റായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ എളുപ്പം ഇതിന് മുൻപിലത്തെ എപ്പിസോഡുകളൊന്നും കാണുമ്പോൾ. കാരണം ഇതൊരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ വീഡിയോ എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് ഒരു 2 ദിവസത്തെ ഗ്യാപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും നിങ്ങൾ ഇതിന് മുന്നത്തെ എപ്പിസോഡൊന്ന് കണ്ടിട്ട് വരാം. കാണിച്ച പോലെ ഈ ഒരു വഴിക്കാണ് കടുവ കയറിപ്പോയത്. ഇതിന് തൊട്ടിപ്പുറത്തൊരു വീടുണ്ട്. നമുക്ക് ആ വീട്ടിലെ ആളുകളോട് നമുക്ക് ഇതിനെ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചറിയാം കേട്ടോ. അതിന് തൊട്ടിപ്പുറത്ത് തന്നെ ഈ വീടിൻ്റെയൊക്കെ സൈഡിൽ കൂടെയാണ് ആ കടുവ കയറിപ്പോയത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് രാഹുൽ എന്നാണ്. ഏറ്റവും അടുത്തുള്ള കൂടിനോട് ഏറ്റവും അടുത്തുള്ള വീടല്ലേ? അടുത്തുള്ള വീടാണ്. ഇന്നലെ രാത്രി എത്ര മണിയായപ്പോഴാണ് ശരിക്കും? ഇന്നലെ ഏകദേശം ഒരു 11:30 ശേഷം ഒരു 11:45 കൂടിയാണ് ഞങ്ങളുടെ കൂടെ അടയുന്ന ശബ്ദം കേട്ടത്. ആദ്യം നിങ്ങളാണ് കേട്ടത്? ആദ്യം കേട്ടത് എൻ്റെ സുഹൃത്താണ്. ഞാനൊന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് എന്നെ വിളിച്ചു. അപ്പോൾ ഇങ്ങനെ കൂട് അടയുന്ന ഒച്ച കേൾക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ടെന്നൊരു സംശയം പറഞ്ഞു. അതിന് മുമ്പ് വൈകുന്നേരം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ പാസ് ചെയ്യുന്നൊരു വീഡിയോ അപ്പോൾ വൈറലായി. ഇതിലാണല്ലോ പാസ് ചെയ്തല്ലേ? അതെ, ഈ വഴി ഇങ്ങോട്ട്. അപ്പോൾ അത് പാസ് ചെയ്തതിന് ശേഷം ഇവിടെ ആരെങ്കിലുമൊക്കെ വന്നായിരുന്നു? ഫോറസ്റ്റുകാർ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിലെ പാസ് ചെയ്ത ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ആ വീട്ടിലെ ആട്ടുംകൂടിൻ്റെ പുറകിൽ ഇത് വന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിലിങ്ങനെ കറങ്ങി. അപ്പോൾ ആ സമയത്ത് ഞങ്ങളെല്ലാം ഇവിടെ എത്തി. ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടി അവിടെ പോയി. അവിടെ പരിശോധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞില്ല. അങ്ങോട്ട് പോയി. അങ്ങനെ കുറച്ച് ഞങ്ങൾ പിരിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്ന്. അപ്പോഴാണ് ഒരു 11:30 ശേഷം ഒരു 11:45 കൂടി കൂട് അടയുന്ന ഒച്ച കേട്ട് എന്നെ അക്കരയിൽ നിന്ന് വിളിച്ച സമയത്ത് ഞങ്ങൾ ഇറങ്ങി ചെന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു പേടി, അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു ഭയം കാരണം ഞങ്ങൾ പോയില്ല. ഉടനെ തന്നെ ഫോറസ്റ്റുകാർ ഇവർ അറിയിച്ചു. അവർ വന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഇത് കൂട് കയറാതെയാണ് അങ്ങോട്ട് പോയത്. അതുകൊണ്ട് കയറിയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാലും പെട്ടെന്ന് തന്നെ ഫോറസ്റ്റുകാർ വന്നു. അവർ വന്ന് നോക്കിയപ്പോൾ കൂട്ടിലായി. പിന്നെ പെട്ടെന്ന് തന്നെ അവരുടെ മറ്റു ടീം അംഗങ്ങളും കൂടെ വന്ന്. ഒരു വണ്ടി വന്നുള്ള അല്ല, ഒരുപാട് വണ്ടികൾ വന്നു. ആദ്യം വന്നപ്പോൾ ആദ്യം വന്നാൽ അവർ ഒരു വണ്ടി വന്നുള്ളൂ. പിന്നെ തൊട്ട് പറയാം, അധികം താമസിച്ചില്ല. ഒരു 1/2 മണിക്കൂർ കൊണ്ട് എല്ലാ പരിപാടിയും പൂർത്തിയാക്കി അവർ. വലിയ കടുവയായിരുന്നു. ഏകദേശം 10 ദിവസക്കാലമായിട്ട് ഇവിടെ ഒരു ഭയത്തിന്റെ കീഴിൽ നിൽക്കുന്ന. കൂട് മൂടുന്നതിന് മുമ്പാണ്. ആടിനെ കൊന്നായിരുന്നല്ലേ? ആടിനെ കൊന്നായിരുന്നു. വന്നപ്പോൾ തന്നെ അത് പിടിച്ച് ആടിനെ കൊന്നായിരുന്നു. തിന്നാൻ തുടങ്ങിയായിരുന്നു? അതെ, ആടിനെ ഒരു കുറച്ച് തിന്നിട്ടുണ്ട്. ജീവനോടുള്ള ആടിനെ? ജീവനോടുള്ള ആടിനെയായിരുന്നു കിട്ടിയത്. ഇതിനു മുമ്പ് ആക്രമിച്ച് കൊലപ്പെടുത്തിയ ആടിന്റെ ജനം വെച്ചിട്ടായിരുന്നു ആ കൂട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ഇന്നലെയാണ് അത് മാറ്റി ഒരു പുതിയ ആടിനെ കിട്ടി ഉണ്ടായത്. അതുപോലെ ഒരു കൂടിന്റെ ഒരു സെറ്റപ്പ് അവിടെ ആട്ടുംകൂടിന്റെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി എന്നിട്ടാണ് ഇന്നലെ കൂടി കയറിയത്. ആട്ടുംകൂട് ഒളിച്ച് കയറുന്ന ഒരു ആ ടൈപ്പാണ്. തന്നെ കൂട് വെച്ചപ്പം ഫസ്റ്റ് ദിവസം കൂട് വെച്ചപ്പോൾ അതിന്റെ അടുത്ത് വന്ന് പോയതാണ്. അതുകൊണ്ട് ആ കൂട്ടി കയറുന്നില്ലായിരുന്നു. പിന്നെ ഇന്നലെ രാവിലെ തൊട്ട് കുറച്ചുകാർ വന്ന് ആട്ടുംകൂടിന്റെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അത് മുകളിലൊക്കെ മൂടി കെട്ടി അങ്ങനെ ആക്കി എടുത്ത് ഒരു ജീവനുള്ള ആടിനെ അതിൽ കെട്ടി. അങ്ങനെയാണ് ഇന്നലെ അത് കുടുങ്ങി. ഏതായാലും അപ്പോൾ ഇത് കുടുങ്ങിയതിന് ശേഷം വലിയ ഗർജനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓടി ചെല്ലുന്ന സമയത്ത് ഇത് ചാർജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഒരു ഒച്ച ഉണ്ടാക്കി മുരൾച്ച കേട്ടു. അത് കേട്ടോണ്ടാണ് ഇത് അങ്ങനെ വലിയ ക്ഷീണം സംഭവിച്ചായിട്ട് തോന്നുന്നില്ല. ഭക്ഷണം കഴിക്കാത്തതിന്റെ ഒരു ക്ഷീണം ഉണ്ടെങ്കിലും പക്ഷെ അത് കൂട്ടിലകപ്പെട്ടപ്പോൾ നല്ല ചാർജിങ് ഉണ്ടായിരുന്നു. ഭയങ്കര ക്ഷീണമാണല്ലേ നമ്മൾ ഇത്രയും ദിവസം? അതെ, അങ്ങനെയാണ് ഞങ്ങൾ വിചാരിച്ചോണ്ടിരുന്നത്. അതെ, ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു.
എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം പിടിക്കുന്നതിനൊന്നും കഴിക്കാൻ കഴിയുന്നില്ല. അത് ചില സമയത്ത് അത് മറ്റേ എല്ലാവരും ഇതിനെ ഓടിച്ചു വിടുവാണല്ലോ. അപ്പോൾ കുറച്ചാരും പറഞ്ഞു ചിലപ്പോൾ പ്രായത്തിൻ്റെ അവശതയുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മറ്റേ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടുള്ള അവശതയുള്ളതായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും അല്ലായിരുന്നു, യാഥാർത്ഥ്യം ഇതൊന്നും അല്ലായിരുന്നു. മുറിവുണ്ട്, അതിൻ്റെ കയ്യിൽ ഒരു മുറിവുണ്ട്. കൂടുതൽ എന്താണ്ട് അടിച്ചപ്പോൾ സംഭവിച്ചായിരിക്കണം. ഇങ്ങനെ ഒരു കീറിയ നമ്മുടെ വെട്ടുകൊണ്ട പോലെ ഒരു പാടുണ്ട്, നല്ലൊരു മുറിവുണ്ട്. ഉണ്ട്. അങ്ങനെ ചത്തുപോകാൻ ഇല്ല, അതിനുള്ള അതൊന്നുമില്ല. ശരിക്കും പറഞ്ഞപ്പോൾ മയക്കുപൊടി വെക്കായിരുന്നല്ലേ? മയക്കുപൊടി വെക്കായിരുന്നു. നേരത്തെ മയക്കുപൊടി വെച്ചാലും മരണം സംഭവിക്കാൻ കഴിയുന്നവരൊന്നും അല്ല. ആരോഗ്യ പ്രശ്നമൊന്നുമില്ല, അത്ര ഒരു ആരോഗ്യ പ്രശ്നം കാഴ്ചയില്ല. കാറിന്റെ ഡാഷ് ക്യാമിൽ ഒരു വീഡിയോ കിട്ടിയല്ലോ, അത് ഇവിടെ തൊട്ട് പുറകില് ഒരു ഫാമുണ്ട്. അപ്പൊ ആ ഫാമിൽ സ്ഥിര താമസക്കാരില്ലാത്തതാണ്. അവർ തൊഴിലാളികൾ രാവിലെ വരുന്നു, വൈകുന്നേരം വരെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ തൊട്ടടുത്ത് അതിന് മുമ്പത്തെ ദിവസം അവിടെ കടുവ അവരുടെ കൂട് ആക്രമിക്കുകയും അതിൻ്റെ കൂടിന് പുറത്തുള്ള ഗ്രില്ലിന് കേടുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റുകാർ അവരെ വിളിച്ച് അവിടെ പരിശോധിച്ച് കൂട് സ്ഥാപിക്കാൻ വേണ്ടി ഇവർ അവിടെ വൈകുന്നേരം ആയപ്പം കൂടുമായിട്ട് വന്നു. അപ്പോൾ ആ കൂട് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഫാമിൽ ആൾ വേണമെന്ന് പറഞ്ഞ് അവരെ വിളിച്ചു വരുത്തിയ. അപ്പോൾ അവിടുത്തെ ഒരു സൂപ്പർവൈസറായിരുന്നു ഈ പാസ്റ്ററുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് അവൻ സാധാരണ ബൈക്കിലാണ് ഇതിൽ പാസ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി കാർ എടുത്തിട്ടാണ് വന്നത്. ആ കാർ ഇതിലെ പാസ് ചെയ്യുമ്പോഴാണ് ഇവിടുന്ന് ഇങ്ങനെ പോകുന്നത്. ഇത് ആരുടെയെങ്കിലും ഒക്കെ ആയിരിക്കുമല്ലോ ഈ ഒരു പറമ്പെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ കടുവേനെ കൊണ്ടുപോകാനായിട്ടുള്ള തത്രപ്പാടിൽ ഞാനിപ്പോൾ ഇവിടെ കണ്ടൊരു കാഴ്ചയാണ്. ട്രാക്ടർ ഇടിച്ച് ഒരു തെങ്ങിൻ്റെ തോലും തെങ്ങിന് നല്ല ഡാമേജ് പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ ഒരു പഞ്ചായത്തിൻ്റെ റോഡാണ്, പഞ്ചായത്ത് റോഡിൻ്റെ കലുങ്കൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില നഷ്ടങ്ങളും നാട്ടുകാർക്കും വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക്. അതുപോലെ തന്നെ ആ വീട്ടിലെ ചേട്ടനാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മളിപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വീട്ടിലും ഇതേപോലെ തന്നെ ഇന്നലെ രാത്രി കടുവ വന്നിട്ടുണ്ട്. ഈ കൂടിനട്ടൊക്കെ അടിച്ചിരുന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. നമുക്ക് ഇവിടെയുള്ള ആളുകളോട് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവരോടും ചോദിച്ച് നോക്കാം. ഈ വീട്ടിൽ ഏതായാലും നമ്മളിവിടെ വന്നപ്പോൾ ആളുകൾ ഒന്നും കണ്ടില്ല. ഏതായാലും കടുവ ഇന്നലെ രാത്രി വന്ന് അടിച്ചത് ഈ ഒരു കൂടിനട്ടാണ്. ഇവിടെ നമുക്ക് ആടുകളെ കാണാം. ഈ ഒരു കൂടിനട്ടാണ് വന്ന് അടിച്ചത്. ഇത് തുറക്കാനായിട്ടാണ് കടുവ ശ്രമിച്ചത്. ബഹളം കേട്ടാണ് ഇപ്പോൾ ആ ചേട്ടൻ പറയും, നമ്മൾ കേട്ടാണ്. നമുക്ക് ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നേരിട്ട് ചോദിക്കാമായിരുന്നു. ഇതിനകത്ത് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടിക്കിടക്കുന്ന ആടിനെ ഇതുണ്ടോ, ഈ കൂട്ടിക്കിടക്കുന്ന ആടിനെ പിടിക്കാനായിട്ടാണ് കടുവ ഈ ഒരു ഗ്രില്ലിനിട്ട് അടിക്കുകയും ഒക്കെ ചെയ്ത്. ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് 2 പോത്തുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാവുള്ളൂ ഇത് ആടിനെ മാത്രം ലക്ഷ്യം വെച്ച് വരുന്ന ഒരു കടുവയായിരുന്നു അല്ലെങ്കിൽ ആണ് എന്നുള്ളത്. ഇതൊക്കെ മനസ്സിലാക്കിയ ഫോറസ്റ്റുകാരാണ് ഈ ആട്ടുംകൂടിൻ്റെ ഒരു മോഡലുണ്ടാക്കിയിട്ട് ഈ കടുവ ട്രാപ്പിൻ്റെ മുമ്പിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അങ്ങനെ ആ ഒരു കൂട്ടിലാണ് ഈ കടുവ വന്ന് വീണത്. ഈ ചേച്ചി ഈ വീട്ടിലെ ആളാണ്. ചേച്ചി അപ്പോൾ എങ്ങനെ 2 ദിവസം ഇവിടെ വന്നോ? 2 ദിവസം വന്നു. ഞാൻ 10:30 9:30 കഴിഞ്ഞ് പോകുന്നു. ഇന്നലെ 7:30 കഴിഞ്ഞ് പോകുന്നു. അപ്പം 2 ദിവസം അന്ന് ആദ്യം 2 ദിവസം ഇവിടെ മോനുണ്ടായിരുന്നു ഇവിടെ. ഇന്നലെ വന്നപ്പോൾ മോനിവിടെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ കുഞ്ഞുമക്കളുണ്ടായിരുന്നു, ഞാനും പിള്ളേരുടെ വേഗം വിളിച്ചു. എല്ലേക്കടെ നോക്കുമ്പോൾ അതിൻ്റെ മാട്ടുംകൂട്ടിൻ്റെ അടിയിൽ ഇത് നിൽക്കുന്ന കാല് കാണാമായിരുന്നു. അപ്പോഴേക്ക് വന്ന് കണ്ടു കടുവനെ അന്നേരം കണ്ടു. അപ്പോഴേ വേഗം ഫോൺ വിളിച്ചു. അപ്പോൾ മക്കൾ അവിടെ കടയുടെ അവിടെ ആയിരുന്നു. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഓടി വന്നു, സ്കൂട്ടിയും ബൈക്കും ഒക്കെ ആയിട്ട് 8-10 ആൾക്കാരും അവിടെ ഓടി വന്നു. അപ്പോഴത്തേക്കും കടുവ അവിടെ പോയി. കടുവ അങ്ങോട്ട് മാറി നിന്നു. ആ പുറകിലെങ്ങാണ്ട് മാറി നിന്നപ്പോൾ ആരും നോക്കുമ്പോൾ അതിലേ പോണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ അത് പോയിട്ട് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി അവിടെ എങ്ങാണ്ട് പതിയും കിടന്നു വെച്ചാൽ പിന്നെ 10:30 ആയപ്പോഴാണ് പിന്നെ ചെന്ന് കൂട്ടിച്ചത്. 11 മണി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചാടിയ. അപ്പോൾ കൂടിൻ്റെ അപ്പോഴേക്കും ഞാനും മോനും ഉറങ്ങിയില്ലായിരുന്നു. കൂടടയ്ക്കണം, കൂട് ചാടിന് വീണ ഒച്ച മോൻ കേട്ട് മോൻ പറഞ്ഞു മമ്മി ചാടിയെന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ വേഗം ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പിടയ്ക്കുന്നുണ്ട്. പിന്നെ മോൻ വേഗം അവരെയൊക്കെ വിളിച്ചു. അപ്പോൾ വേഗം വിളിച്ചു, എൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചു, ഫോറസ്റ്റുകാരെ വിളിച്ചു. എല്ലാവരും വേഗം ഓടി വന്നു. നോക്കുമ്പോൾ കൂടി ചാടിയിട്ടുണ്ട്. ഇനി പട്ടിയാണോന്നും അറിയത്തില്ല. അതുകൊണ്ട് പിന്നെ ആരും കൂടെ അങ്ങ് മുമ്പോട്ടില്ല. അവർ വന്ന് പിന്നെ എല്ലാവരും ചെന്ന് നോക്കിയത്.
ചെന്ന് നോക്കിയപ്പോൾ ചാടി കിടക്കുമല്ലേ. കിടക്കല്ലേ, വലിയ കടുവായിരുന്നു അല്ലേ? ഒരു കടിയാ. കുറേ ദിവസമായിട്ട് ഈ പുറശ്ശേരി ഇങ്ങനെ ചുറ്റിക്കറ നടക്കുമല്ലേ. അതെ അതെ അതെ. അവരിവിടുന്ന് ആട്ടുംകാട്ടവും ഒക്കെ കൊണ്ടുപോയി അവിടെ അതിന് ചുറ്റും ഇട്ടു, കൂടിനകത്ത് വെച്ച്. ആട്ടുംകൂടിന്റെ ഒരു പ്രതീതി വരുത്താം അല്ലേ? പ്രതീതി വരുത്തി. ആദ്യം അതാണ് അവിടെ കുറെ ആട്ടുംകാട്ടം കിടക്കുന്നതാണ്. കുറെ ആദ്യം കമ്പിയായിരുന്നു. ഇന്നലെ അവര് പിന്നെ മുള കൊണ്ടുവന്ന് സാധാരണ കൂടാക്കി കവുങ്ങിന്റെ അവിടെ വെച്ച് അടിച്ചു. അപ്പൊ അതിനൊക്കെ ഇവിടുന്ന് പിന്നെ ആട്ടുംകാട്ടവും വെള്ളമൊക്കെ കൊണ്ടുപോയി അവര് കുടിക്കാനും അവര് പണിയല്ലേ, അവരും കഷ്ടപ്പെട്ടു, വിഷമിച്ചവരും. അപ്പൊ ദൈവം അതോ നടത്തി. പിടിച്ചല്ലോ അല്ലേ? പിടിച്ചു. ഇനിയൊന്നും വരാതിരുന്നാ മതി. അപ്പൊ ഒരു പേടി മാറി. അല്ലെങ്കിൽ ഇത് അവിടെ ഉണ്ടോ എവിടെ ഉണ്ടോ ഇപ്പൊ പത്തിയും കിടന്ന ആരും അറിയില്ലല്ലോ. ഈ കാപ്പി പറിക്കണ സമയം പുല്ല് വെട്ടാൻ ആരും പുറത്ത് കൊണ്ടൊക്കെ എല്ലാവർക്കും ആളിനെ പിടിച്ചോണ്ട് അറിഞ്ഞു. ഇതിപ്പോ നേരിട്ട് ഒരു മനുഷ്യന്റെ മുമ്പിലേക്കാണ് അങ്ങനെ വന്നാലും എന്തൊരു വിഷമമായി. ആടിനെ തന്നെയല്ലേ ലക്ഷ്യം വെക്കുന്നത്? ഇത്ര തൊട്ടിപ്പുറം രണ്ട് പോത്ത് കിടന്നിട്ടല്ലേ? പോത്ത് മൂരിയും കിടന്നിട്ട് അവര് നോക്കിയില്ല. ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ അവരൊക്കെ അന്തം വിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുക. ആടാണെങ്കിൽ പുറകിലേക്ക് ഇങ്ങനെ പറമ്പിലേക്ക് നോക്കുക. അവിടെ എങ്ങനെ നിൽപ്പട്ടായിരിക്കും. നമ്മളിപ്പോ ആരും നോക്കണില്ലല്ലോ. അകത്ത് നിന്നുണ്ടല്ലേ ഒച്ചയെടുക്കണം, പുറത്തേക്ക് അങ്ങനെയില്ലായിരുന്നു. നമ്മളിപ്പോ നിൽക്കുന്നത് ഇപ്പൊ ആ ചേച്ചി പറഞ്ഞ ആ ഒരു ഫാമിന്റെ അടുത്താണ്. ഈ ഒരു ഫാമിലും ഇന്നലെ രാത്രിയും അതുപോലെ മിനിഞ്ഞാന്നൊക്കെ കടുവ വന്നിരുന്നു. നമുക്ക് ഏതായാലും ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കാം എന്താ സ്ഥിതി. ഇവിടെയും കൂടും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു. ഇവിടെ കയറുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ തൊട്ട് അപ്പുറത്തുള്ള ഒരു 50 മീറ്റർ അല്ലെങ്കിൽ ഒരു 75 മീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ കണ്ടിരുന്നത്. ആ ഒരു പ്രദേശമുള്ളത്. അവിടെ നിന്ന് ഇച്ചിരി ഉള്ളിലേക്കുള്ള ഒരു വഴിക്കാണ് ഈ ഒരു ഫാമുള്ളത്. പക്ഷേ എൻ്റെ പേരെങ്ങനെയാണ്? ഇതൊരു ബെന്നി എന്നാണ്. ഇന്നലെ രാത്രി വന്നിരുന്നു അവിടെ കടുവ? ഇന്നലെ രാത്രി വന്നിരുന്നു. മിനിഞ്ഞാന്ന് രാത്രിയിൽ പാസ് ചെയ്ത് നമ്മുടെ ആടൻകൂട് ഒരു ഭാഗം തകർന്നു പോയിരുന്നു. പക്ഷെ ഉള്ളിൽ കയറാൻ പറ്റില്ല, കവറേജ് ഉള്ളതുകൊണ്ട്. തിരികെ കയറിപ്പോയി, പിന്നെ തിരികെ ഇറങ്ങിപ്പോയി. വീണ്ടും ഇന്നലെ തിരികെ വന്നു, പിന്നീട് കൂട്ടിലകപ്പെട്ടു. വരുന്നല്ലേ? അപ്പൊ ഇന്നലെ രാത്രി വന്നിട്ട് എന്താ ചെയ്തേ? ഇന്നലെ രാത്രി വന്നിട്ട് നമുക്ക് നമ്മുടെ ഈ കേജ് കൊണ്ടുവന്ന സമയത്ത് CCTVയുടെ കേബിൾ പൊട്ടിപ്പോയിരുന്നു. അതുകൊണ്ട് ആ ഫുട്ടേജ് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്കിവിടെ ഈ നിരോധനാജ്ഞ കൊണ്ട് താമസിക്കാൻ പറ്റില്ലായിരുന്നു. അവിടേക്ക് പിൻവാങ്ങിയിരുന്നു. ആളുകൾക്ക് കൂട്ടം കൂടുന്നൊന്നും അനുവാദം ഇല്ലാത്തതുകൊണ്ട് പിൻവാങ്ങിപ്പോയിരുന്നു. അപ്പൊ ഈ ഇത് കൂട് വെച്ചല്ലേ? ഇതിന്റെ നാടുണ്ടായിരുന്നോ? ജീവനുള്ള ആട്ടുകൂട്ടി ഉണ്ടായിരുന്നു. ഈ കൂടെ എപ്പോഴാ വെച്ചേ? കൂട് ഇന്നലെ രാത്രി വെച്ചു. ഇന്നലെ രാത്രി അല്ലേ? പിന്നെ എവിടെ ആട്ടുംകൂട് ശരിക്കും എവിടെയാ നിങ്ങളുടെ? ഒന്ന് കാണിക്കാവോ? എവിടെയാ ഈ കടുവ വന്ന് അടിച്ച്? അവർ കൊണ്ടുവന്ന് കിട്ടിയതാ? അവർ കൊണ്ടുവന്ന് കിട്ടിയത് കൊണ്ടുപോയോ? ആട്ടുംകൂട്. ഈ ആട്ടുംകൂടിന്റെ കാപ്പിത്തോട്ടം കേട്ടോ. ഈ ഭാഗത്തായിരുന്നു ഇവിടെ വന്നേ? ഇത് മൊത്തം മറ്റേ ഹോളബ്രിക്സ് എല്ലാം താഴേക്ക് മറിഞ്ഞു കിടക്കുമായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് അടിച്ചിട്ട് ഈ സാധനം ഒരു ബെൻഡ് പോലെ അങ്ങോട്ടേക്ക് ചാഞ്ഞു പോയിരുന്നു. പക്ഷേ മരത്തെ കയറി ചാടാൻ വേണ്ടി ഉദ്യമിച്ചായിരുന്നോ എന്നറിയില്ല. പകരം ഇന്നലെ രാത്രി പണിക്കാർ വന്നിട്ട് കവർ ചെയ്ത കാര്യമായിരുന്നു. അവർ വരുമ്പം ഓൾറെഡി ചാക്കുകൾ ചണച്ചാക്കുകളെല്ലാം വിരിച്ചിട്ട് മൊത്തം ഒരു തണുപ്പ് ചൂട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കവറേജ് ചെയ്തിരുന്നു. അതുകൊണ്ടായിരിക്കും പക്ഷേ പുള്ളി കാണാൻ പറ്റിയില്ല. അങ്ങനെ ആ വഴിക്ക് ഇറങ്ങി വന്ന് തിരികെ ആ വൈകിട്ട് അങ്ങനെ വന്ന് ഇറങ്ങി അങ്ങോട്ട് പോയി. പക്ഷെ വീണ്ടും ഇന്നലെ തിരികെ ഇതിലെ കയറി വന്നപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല. ഇവിടെ ഒന്നും അറ്റാക്ക് ചെയ്തിട്ടില്ല. അദ്ദേഹം കൂട് കണ്ടിരുന്നു, കൂടുണ്ട്. പക്ഷെ അതിന് ശേഷം കൂട് വെച്ചത് പുള്ളി പോയതിന് ശേഷം അങ്ങോട്ട് മാറിയതിന് ശേഷം കൂട് വെച്ചത്. ഇന്നലെ വെച്ചത്. ഇന്നലെ എത്ര മണിയായപ്പോൾ കൂട് വെച്ചേ? ഇന്നലെ ഒരു 9 മണിയായി കാണും രാത്രി. 11:30 ആയപ്പോഴാണ് കടുവ കുടുങ്ങിയത്. കുടുങ്ങിയത് ഇപ്പഴ തൊട്ട് താഴെയുള്ള അവിടെ മുൻപ് പ്രാവശ്യം ചെന്നിരുന്നു. വീണ്ടും ഒരിക്കൽ കൂടി വന്ന് മുട്ടി. അങ്ങനെ പിന്നെ ആൾക്കാരൊക്കെ നിശബ്ദരായി നിന്ന് പിന്നെ യാദൃശ്യമായിട്ട് പുള്ളി ഇങ്ങനെ വന്ന് കയറി. എവിടെ? ആ കൂട്ടിലേ ആദ്യം ചെന്നിരുന്ന ആളുടെ വീട്ടിൽ ഒരിക്കൽ കൂടി വന്നതാണ്. അങ്ങനെ വന്നിട്ട് വീണ്ടും ഒരു ഷിബി എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ്. അപ്പോൾ ആദ്യം അന്ന് ഇവിടെ വന്നപ്പം അവിടെ നിന്ന് ഓടിച്ചപ്പോഴാണ് അദ്ദേഹം ഇങ്ങോട്ട് മാറിയത്. അദ്ദേഹം രാത്രി 9 മണിയായപ്പോൾ പുള്ളി ഇങ്ങനെ പിന്നെ വാതിൻ്റെ അടിച്ച് ഒച്ചയുണ്ടാക്കി കടുവ ഇറങ്ങി ഓടി. ആ ഓടിയ ഓട്ടത്തിലാണ് ഇവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കിയത്. അതായത് ഷിബി എന്ന് പറഞ്ഞ ചേട്ടൻ ഉദ്ദേശിച്ചത് മറ്റേ ഊട്ടിക്കവരയിലുള്ള അല്ലാതെ വീട്ടുപേര് ചോദിച്ചാൽ മറന്നു. ഞാൻ ഇവിടെ മുകളിലുള്ള കാരണന്മാരുള്ള അവിടെ ഇന്നലെ വന്നായിരുന്നു. അവിടെ ഇന്നലെയും വന്നായിരുന്നു. ആട്ടും കൂടെ കേട്ടോ.
നമ്മൾ കുറച്ച് മുന്നേ കണ്ട ആ ഒരു ഡാഷ് ക്യാമിൽ പതിഞ്ഞ ഒരു ദൃശ്യങ്ങളുണ്ടല്ലോ, ആ ഒരു ദൃശ്യം പകർന്നത് ഈ ഒരു പാസ്റ്ററുടെ കാറിൻ്റെ അകത്തുനിന്നാണ്. പാസ്റ്ററുടെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ജോയി TV. അപ്പോൾ ഇന്നലെ രാത്രി ഈ ഭാഗത്തേക്കാണോ വന്നത്? ഈ ഭാഗത്തേക്ക് വന്നത്. ഇവിടെ മിനിങ്ങാന്ന് ഇവിടെ ഇങ്ങനെ കടുവ വന്നിട്ടുണ്ടെന്നുള്ള ഇതും പിന്നെ അന്വേഷണത്തിലും ഒക്കെ മനസ്സിലാക്കി. അപ്പോൾ ഫോറസ്റ്റുകാർ ഇന്നലെ രാത്രിയിൽ കൂട് വയ്ക്കാൻ വേണ്ടി വന്നു. അപ്പോൾ വന്നപ്പോൾ ഇവിടെ ആരും ഇല്ലായിരുന്നു. ആ സമയത്താണ് നമ്മുടെ വാലുമ്മലെ സൈറസ് പിന്നെ ഫോറസ്റ്റുകാരും കൂടി എന്നെ വിളിച്ചു. ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും വരണം എന്നും പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഇവിടുത്തെ നമ്മുടെ വാഴപ്പറമ്പിലെ റിബിനെ കൂട്ടി ഞങ്ങൾ ഇങ്ങനെ നടന്ന് കാറിലിങ്ങ് വരുവാ. കാറിൽ വരുന്ന വഴിക്കാണ് ഞങ്ങൾ ഈ കാര്യം സംസാരിച്ചുകൊണ്ടാണ് വരുന്നത്. ആ വരുന്ന സമയത്താണ് അവിടുന്ന് ഇത് കടുവ നേരെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് കയറുന്നത് ഞങ്ങൾ കാണുന്നത്. ആ കാണുന്ന സമയത്ത് ഞങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്തു, എനിക്ക് എൻ്റെ വണ്ടിയിൽ ഈ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു ക്യാമറ, പക്ഷെ അത് എൻ്റെ ഓർമ്മ അങ്ങ് വിട്ടുപോയി. ഞാൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, മോനെ അത് നീ ഒന്ന് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ അപ്പോഴത്തേക്കും കഴിഞ്ഞില്ല. അപ്പോൾ നോക്കുമ്പോൾ കയറി വരുന്ന മുഴുവൻ നന്നായിട്ട് കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ റോട്ടിക്കടെ അങ്ങ് മുകളിലേക്ക് കയറി. അപ്പോൾ വണ്ടി അങ്ങോട്ട് കയറില്ല. വണ്ടി അവിടെ നിർത്തിയിട്ട് ഈ മോൻ്റെ കയ്യിൽ ലൈറ്റ് ഉണ്ടായിരുന്നു, ലൈറ്റ് അടിച്ചു. അപ്പോൾ ഇത് അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞിങ്ങനെ നോക്കി കറക്റ്റായിട്ട് ഞങ്ങൾ ഒരു 3/4 മിനിറ്റോളം ഞങ്ങൾ നേരിട്ട് ഇങ്ങനെ കണ്ടു. എന്നിട്ട് അത് അങ്ങോട്ട് കയറിപ്പോയി. പെട്ടെന്ന് തന്നെ ഫോറസ്റ്റ് ഇവിടെ ഉണ്ടല്ലോ, കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വരിക ചെയ്തേ. ഇവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നു വണ്ടിയിൽ ഇതുണ്ടെന്ന്. പിന്നെ ഫോറസ്റ്റുകാരും കൂടി പോയി വണ്ടിയിൽ പോയി നോക്കുമ്പോൾ കറക്റ്റായിട്ട് നന്നായിട്ട് ക്ലീനായിട്ട് കണ്ട സാധനം തന്നെയല്ലേ, അതേ സാധനം തന്നെ അതേ സ്ഥലത്തു നിന്ന് തന്നെയാണ് എന്ത് ചെയ്തേ ഈ കൂട്ടിൽ കുടുങ്ങുന്നത്. അന്നേരം അല്ല, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തിരിച്ച് ആ കിഴക്കമ്പറമ്പിലെ ഷിബിയുടെ വീട്ടിൽ വന്ന് ഒരു വലിയ ഒച്ച കേട്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഇവിടുന്ന് ഫോറസ്റ്റ് പറഞ്ഞു ഇത് കൂട്ടി വീണിട്ടുണ്ട് എന്ന് പറഞ്ഞു. ചെല്ലുമ്പോഴത്തേക്കും കിഴക്കമ്പറമ്പിൽ നിന്ന് അവർ പറഞ്ഞു, അയ്യോ ഇവിടെ ഇപ്പോൾ വന്ന് കടുവ ഇപ്പോൾ ഇവിടെ വന്നിട്ടാന്ന് തോന്നുന്നു, ഇവിടെ ഇതിൻ്റെ അടിച്ചിട്ട്. അപ്പോൾ അതല്ലായിരുന്നു. പിന്നെ ഒരു 11:30 നല്ല രാത്രി സംഭവം നടക്കുന്നത്. അതുപോലെ നമ്മൾ ഇപ്പോൾ ഉള്ള ഒരു പക്ഷേ ഇതിന് മുന്നേ ഉള്ള എപ്പിസോഡുകൾ കണ്ട ആളുകൾക്ക് ഈ വീട് കണ്ടാൽ മനസ്സിലാവും. 3ാമത്തെ ആടിനെ പിടിച്ചത് ഈ ചേട്ടൻ്റെ ആടിനെയായിരുന്നു, കേശവൻ ചേട്ടനാണ്. അപ്പോൾ കേശവൻ ചേട്ടാ, ഇപ്പം കടുവേനെ കൂട്ടിൽ അകപ്പെട്ട രീതിയിൽ ഇന്നലെ രാത്രി കിട്ടി. അപ്പോൾ സമാധാനമായോ, സന്തോഷമായോ? സന്തോഷമായി. പിടിക്കാറുണ്ട്, വളരെ സന്തോഷം. ഇങ്ങനെ ഒന്ന് കിടന്ന് ഉറങ്ങാമല്ലോ, 5 ദിവസമായി കിടന്ന് ഉറങ്ങിയിട്ട്. അതെ അതെ അതെ. രാത്രിക്കാണെങ്കിലും ഒന്ന് പുറത്തിറങ്ങുമെങ്കിലും ചെയ്യാമല്ലോ. അതെ അതെ. ഞങ്ങൾ ഇത്രയും ദിവസം അകത്തിട്ട് ആടുകളെ ഇട്ട് വീടിൻ്റെ ഉള്ളിലാണ് ഇട്ടുകൊണ്ടിരുന്നല്ലേ? ഓഹോ. ഇന്നൊന്ന് പുറത്ത് കെട്ടാലോ എന്ന് ഓർത്ത് കൂട് നന്നാക്കും പറഞ്ഞു. ആണല്ലേ? ഈ വഴി കൂടെ രാത്രി പോകാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലേ? പുറത്തിറങ്ങി 7 മണിയാകുമ്പോൾ വരുവാൻ കടുവ. 7 മണിക്ക് 9 മണിക്ക് 7 വന്നു. 10 മണി വരെ ഇതിലൊക്കെ ചുറ്റിപ്പറ്റിയൊക്കെ എല്ലാവരും നടന്നു. 7 മണിയായപ്പം 11 മണി ആയിടുമ്പോ കടുവ ചാടി. 11:30 ആയപ്പോ അല്ലേ? 11 മണിക്ക് ചാടി. പക്ഷേ എല്ലാവരും അറിയിച്ച് 11 മണിക്ക് 11:30 ആയിടുമ്പോ. അന്നേരം ഞങ്ങളെ വിളിച്ചറിഞ്ഞ എല്ലാവരും ഓടിപ്പോയി കണ്ടു. നല്ല ജനങ്ങളായിരുന്നു. നേരിട്ട് കണ്ടോ? നേരിട്ട് കണ്ടു. എന്താ നിങ്ങളെ നേരത്തെ ഒരു പ്രാവശ്യം കണ്ടല്ലേ? നേരിട്ട് നമ്മളൊന്ന് കണ്ടതാ. അതെ അതെ അതെ. അതേ കട തന്നെയല്ലേ? അതന്നെ അത് തന്നെ. മറ്റേ ആടിന്റെ നഷ്ടപരിഹാരമൊക്കെ കിട്ടിയോ? കിട്ടി. അല്ലേ? എത്ര രൂപ കിട്ടി? 42,500. ആണല്ലേ? നിങ്ങളുടെ വലിയ ആടായിരുന്നോ? വലിയ ആടായിരുന്നല്ലേ? അതായത് നഷ്ടപരിഹാരത്തിൽ നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലല്ലേ? കറക്റ്റ് നിങ്ങൾ പ്രതീക്ഷിച്ച പൈസ തന്നെ കിട്ടിയോ? 3 കുഞ്ഞുങ്ങളുടെ പൈസയേ ആയിട്ടുള്ളൂ. ഒരു കുഞ്ഞിന് ഞങ്ങൾ 16-17 രൂപ. അതൊന്നും കണക്കൂട്ടിയിട്ട് കാര്യമുണ്ടോ? എന്തായാലും ഇത്രയെങ്കിലും കിട്ടിയില്ലല്ലേ? അത്രയും കിട്ടിയില്ല. കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതെ. എത്ര കിട്ടാത്തവർ ഒന്നും കിട്ടാതിരിക്കുന്നതിനും കിട്ടാത്തവർ എത്ര നമ്മളെ ജീവികളും വില കൂടെ കാണുന്നുണ്ട്. കിട്ടാത്തത് ഇതിന് മുന്നേ നിങ്ങൾക്ക് അതൊരു ഭാഗ്യമുണ്ട്. ഈ പ്രദേശത്തുള്ളവർക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് കൊടുത്ത് നമുക്ക് മാത്രമേ ഈ വയനാടിന് ഈ മേഖലയിൽ മാത്രമേ ഈ 5 കുട്ടികൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. ഇങ്ങനെ വലിയ വിഷയം ആയതുകൊണ്ടായിരിക്കും. അതെ അതെ. അത് വിഷയമായിരുന്നില്ലേ? അതുകൊണ്ട് ഇന്നലെ ഭയങ്കര ഒച്ചപ്പാടും മേള പുൽപ്പള്ളിയിൽ ഇല്ല ഇതിൽ ഇല്ല കുറച്ചപ്പോൾ. അതുപോലെ നമ്മളിപ്പോൾ ഉള്ളത് ജോസ്പേട്ടൻ്റെ കൂടെയാണ്. ജോസ്പേട്ടനെ ഒരു പക്ഷേ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഇവിടുന്നാണ് ഈ ഒരു പരിപാടി മുഴുവൻ തുടങ്ങിയത്. ഈ ചേട്ടൻ്റെ ആടിനെ പിടിച്ച് അന്ന് മുതലാണ് ഈ ഒരു പ്രശ്നം പുറം ലോകം അറിയുന്നതും പിന്നെ ഈ കടുവയ്ക്കായിട്ടുള്ള തെരച്ചിൽ തുടങ്ങുന്നതും. അങ്ങനെ ഒരു 10-12 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ആ ഒരു സംഭവം നടന്നു ഇവിടെയാണ്. ജോസ്പേട്ടാ, കടുവേനെ പിടിച്ചല്ലേ? കടുവേനെ പിടിച്ചു. ഇന്നലെ രാത്രി ഒരു 11:30 ഇപ്പം പിടിച്ചു. ആശ്വാസമായി അല്ലേ? ഇവിടെ നല്ല ശരിക്കും തുടങ്ങിയല്ലേ? ഇവിടെ തുടങ്ങിയത്. ഇപ്പം ധൈര്യമായിട്ട് പറമ്പിൽ പോകാം. അതെ. കാപ്പിയൊക്കെ പറിക്കാതിരിക്കുവായിരുന്നല്ലേ? കുറേ കാപ്പി പറിക്കാതിരിക്കുകയാണ് ഇത്രയും ദിവസമായിട്ടല്ലേ? അപ്പം എങ്ങനെ തുടങ്ങിയോ?
കാപ്പിക്കാർ പക്ഷേ തീരെ കുറവാണ്. ആള് വരുന്നില്ലല്ലേ? ഇപ്പോഴും ആൾക്കാർക്ക് ആൾക്കാരില്ല, വിളവ് തീരെ കുറവാണ്. അങ്ങനെ കാപ്പിയും കുറവല്ലേ? ഏതായാലും കുറേ ദിവസത്തെ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടിയില്ല. ചേട്ടൻ അന്ന് ആടിനെ അന്ന് തന്നെ കൊടുത്തായിരുന്നല്ലേ? അതൊരു പേടി പിടിക്കും പോലെ ആയിരുന്നു. തീറ്റ തിന്നാതെ ഇങ്ങനെ തലയൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അത്. അതുകൊണ്ട് പിന്നെ ഇനി അതിനെയും പിടിക്കേണ്ടെന്ന് വെച്ച് കൊടുത്തല്ലേ? ഇനി ഇവിടെ നിന്ന് പോയാലും പിന്നെ ചത്തുപോയാലും അതും ഇല്ലാതെ വരില്ലേ. അതെ. ഇനി ആടിനെ വളർത്തുന്നുണ്ടോ? ഇനി ആയിട്ട് കുറച്ചുകൂടി വളർത്തണം. നോക്കിയിട്ടില്ലേ? കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ആടിന്റെ നഷ്ടപരിഹാരത്തൊക്കെ കിട്ടിയോ? നഷ്ടപരിഹാരത്തൊക്കെ കിട്ടി. ആണല്ലേ? എത്ര രൂപ വെച്ച് കിട്ടിയായിരുന്നു? അത് എനിക്ക് 30,000 രൂപ കിട്ടി. അത് ചെക്കായിട്ട് കൊണ്ട് തന്നു. ആണല്ലേ? ചെക്കായിട്ട് കിട്ടിയില്ല. ആ ഒരു അതായത് ചേട്ടൻ്റെ നഷ്ടപ്പെട്ട ആടിനുള്ള കണക്കായിട്ടുള്ള പൈസ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്? കണക്കാണെന്ന് പറഞ്ഞാൽ അതിനേക്കാളും മൂല്യമുണ്ട്. ആടിനുണ്ടായിരുന്നല്ലേ? അപ്പം ആടിനുള്ളതിനേക്കാളും മൂല്യം നമുക്ക് കിട്ടി. കൂടുതൽ പൈസ കിട്ടി. സന്തോഷമുള്ള കാര്യമല്ലേ? എന്ന് പറഞ്ഞാൽ അത് അവർ ഉദ്ദേശിച്ച് ചിലപ്പോഴേ നമ്മൾ അതിൻ്റെ ഇപ്പോൾ ഉള്ള നിലവിലുള്ള മാർക്കറ്റ് ആയിരിക്കില്ല. എന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ള അതിൻ്റെ വളർത്തി നമുക്ക് കിട്ടുന്ന ലാഭവും ഒക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്. ആ കാര്യത്തിൽ ഏതായാലും സന്തോഷമുണ്ട്. ചേട്ടന് നഷ്ടപ്പെട്ടതിലും കൂടുതൽ പൈസ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ കഴിഞ്ഞ 8-10 ദിവസങ്ങൾക്ക് മുകളിലായിട്ട് ഈ ഒരു അമരക്കൂനി എന്ന് പറയുന്ന പ്രദേശത്തു നിന്ന് തുടങ്ങി ദേവർഗദ്ദയിലും അതുപോലെ തന്നെ ആടിക്കൊല്ലിയിലും അതുപോലെ തന്നെ ഊട്ടിക്കാവല അവസാനം തൂപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് വരെ എത്തി നിൽക്കുന്ന ആ ഒരു കടുവാ പ്രശ്നം ഇന്നലെ രാത്രി, അതായത് വ്യാഴാഴ്ച രാത്രി 11:30 അവസാനിച്ചു. ഏതായാലും നമ്മൾ ആ വീടുകളിലൊക്കെ പോയി. ഇനി ഞാൻ ആ ഒരു അതായത് ആ ഒരു സംഭവത്തിൻ്റെ, അതായത് ഈ ഇവിടെ നടന്ന ആ ഒരു പ്രശ്നത്തിൻ്റെ ഒരു റൂട്ട് പോലെയുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് ഏറ്റവും ആദ്യം തുടങ്ങിയത് നമ്മൾ ഇച്ചിരി മുന്നേ കണ്ട ജോസഫ് എന്ന് പറയുന്ന ആ ചേട്ടൻ്റെ സ്ഥലത്തു നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ആടിനെ പിടിച്ചോടുകൂടിയാണ് ഇങ്ങനെ കടുവ പിടിച്ചൊരു സംഭവം പുറത്തേക്ക് അറിയുന്നതും, അങ്ങനെ കടുവ ഇറങ്ങിയ കാര്യം പുറത്തേക്ക് അറിയുന്നതും. അങ്ങനെ അത് കടുവയാണെന്ന് സ്ഥിരീകരിക്കുന്നു. അതേ ജോസ്പേട്ടൻ്റെ തന്നെ വീടിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ചേച്ചി ഈ കടുവയുടെ നേരെ മുമ്പിൽ ചെന്ന് ചാടുന്നൊരു സാഹചര്യം ഉണ്ടായി. പലരും കടുവേനെ കണ്ടിട്ടുണ്ട്, രാത്രിക്കൊക്കെ റോഡ് ക്രോസിങ്ങിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആണ് നമ്മൾ കണ്ട രണ്ടാമത്തെ ആടിനെ പിടിക്കുന്നത് കടുവ. അത് രതികുമാർ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ ആടിനെയാണ്. അത് ഒരു റോഡ് സൈഡാണ്. ആ ഒരു വീട്ടിലെ ആടിനെയും ഇതേപോലെ തന്നെ പിടിച്ചു. അന്നാണ് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ശരിക്കും മനസ്സിലാകുന്നു. പിന്നീട് അങ്ങോട്ട് ചെറിയ പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ കടുവേനെ പിടികൂടാനായിട്ടുള്ള തീരുമാനമാവുകയും അതിനുശേഷം പിന്നീട് നമ്മൾ അടുത്ത എപ്പിസോഡുകൾ കണ്ടാണ് കുംകിയാനകളെ കൊണ്ടുവന്ന് വിക്രം അതുപോലെ തന്നെ കോന്നി സുരേന്ദ്രൻ എന്ന് പറയുന്ന 2 കുംകിയാനകളെയൊക്കെ കൊണ്ടുവന്നൊക്കെ നമ്മൾ കണ്ടാണ്. ഈ ഒരു മിഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ്. പക്ഷേ കുംകികളെ ഇവിടെ എവിടെയും ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അതിനുശേഷം പിന്നെ മൂന്നാമതായിട്ട് കടുവ പിടിച്ചതാണ് ദേവർഗദ്ദയിലെ കേശവൻ ചേട്ടൻ്റെ, നമ്മൾ ഇച്ചിരി മുന്നേ കണ്ട കേശവൻ ചേട്ടൻ്റെ വീട്ടിലെ ആ ഒരു ആടിനെ. അവിടുന്ന് നമ്മൾ ആ ഒരു പറയുന്നതൊക്കെ കേട്ടാണ് കടുവ തോളിലൊക്കെ ഇട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. തോളത്തിട്ട് കൊണ്ടുപോയി എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. അത് നമ്മൾ കണ്ടാണ് അവരുടെ ആടിനെയും കൊണ്ടുപോയി. അതിനുശേഷം ഇതെല്ലാം ഒരു ട്രയാങ്കിൾ പോലെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതിനുശേഷം നേരെ കടുവ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ കടുവ പിടിച്ച ആട് എന്ന് പറയുന്നത് മറിയം എന്ന് പറയുന്ന ചേച്ചിയുടെ ആടിനെയാണ്. അവരുടെ വീട് എന്ന് പറയുന്നത് ആടിക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്തിനോട് ചേർന്നുള്ള ഊട്ടിക്കവല എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ വെച്ചാണ് 4ാമത്തെ ആടിനെ പിടികൂടുന്നത്. അവരുടെ ആടിനെ പിടികൂടിയ ആ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ജമുനാപ്യാരി ഇനത്തിൽപ്പെട്ട വലിയ ഒരു മുഴുത്ത ആടിനെ തന്നെയാണ് അവിടുന്ന് കടുവ കൊന്നത്. അതിനുശേഷം പിന്നീട് തൂപ്ര എന്ന് പറയുന്ന സ്ഥലത്തെ ചന്ദ്രൻ ചേട്ടൻ്റെ വീട്ടിലെ ആടിനെ കടുവ കൊല്ലുന്നത്. ആ വീട്ടിൽ 3 തവണ കടുവ വന്നിരുന്നു. ആദ്യം ഒരു 11 മണിയായപ്പോൾ വന്ന് ആദ്യത്തെ പ്രാവശ്യം കടിച്ചു. പക്ഷേ ആട് ചത്തില്ല. പിന്നീട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് ആടിനെ പുറത്തേക്ക് കെട്ടി. നമ്മൾ ആ കഥയൊക്കെ നമ്മൾ കണ്ടാണ്. കാണാത്തവർ ഇതിന് മുമ്പിലത്തെ എപ്പിസോഡുകളും കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഏതായാലും 3 വെളുപ്പിന് 4:30-ക്കും 4:45-നുമായിട്ട് അങ്ങനെ മൊത്തം 3 പ്രാവശ്യം വന്നു. അന്ന് കടുവേനെ മയക്കുപിടി വെക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ചെറിയ സാങ്കേതിക പിശക് കാരണം അവർക്കത് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പിന്നീട് പല സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ ഇച്ചിരി മുന്നേ കണ്ട ആ സ്ഥലങ്ങളിലൊക്കെ രാത്രി കാലങ്ങളിലൊക്കെ കടുവ വന്ന് കൂട് പൊളിക്കാനായിട്ടൊക്കെ ശ്രമിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടെയൊക്കെ നല്ല കൂടുകളൊക്കെ ആയിരുന്നുകൊണ്ട് കടുവയ്ക്ക് അകത്തോട്ട് കയറാനായിട്ട് പറ്റിയില്ല എന്ന് മാത്രം. ഏതായാലും പല ആൾക്കാരും
നിരവധി തവണ കടുവേനെ കണ്ടിട്ടുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ കണ്ട ആ ഒരു പാസ്റ്ററിൻ്റെ കാറിൻ്റെ ഡാഷ് ക്യാമിൻ്റെ അകത്തുള്ള ക്യാമറയ്ക്കകത്തു നിന്നാണ് ഈ ഒരു കടുവയുടെ ദൃശ്യങ്ങൾ കിട്ടുന്നു. അത് ഇന്നലെ വൈകിട്ട് 7-7:30 കൂടിയുള്ള സംഭവമാണ്. അങ്ങനെ ആ ഒരു ദൃശ്യങ്ങൾ അവർ ഫോറസ്റ്റുകാരെ കാണിക്കുകയും അങ്ങനെ കടുവ പോയ റൂട്ടൊക്കെ മനസ്സിലാക്കി അങ്ങനെ ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നു. ഏതായാലും ഇന്നലെ രാത്രി കടുവ ചാടിയ ആ ഒരു കൂട് എന്ന് പറയുന്നത് 3ാമത്തെ ആടിനെ പിടിച്ച, അതായത് നമ്മുടെ കേശവൻ ചേട്ടൻ്റെ ആടിനെ പിടിച്ചതിൻ്റെ ആ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് കണ്ടറിയാം. ആ ഒരു പ്രദേശത്ത് തന്നെ സ്ഥാപിച്ച കൂടായിരുന്നു. ആ കൂട് ഇച്ചിരി കൂടെ ഉള്ളിലേക്ക് മാറ്റി അവർ വെച്ച് ഒരു ആട്ടിൻകൂടിൻ്റെ ഒരു പ്രതീതിയൊക്കെ വരുത്തി അങ്ങനെ ഒരു ആട്ടിൻകൂടിനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത രീതിയിലൊക്കെയാണ് അവരവിടെ സെറ്റ് ചെയ്യുന്നത്. ആട്ടിൻകാട്ടം അടക്കമുള്ള ആടിൻ്റെ മൂത്രമൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ച് അങ്ങനെ ഒരു ആട്ടിൻകൂടിൻ്റെ ഒരു പ്രതീതി അവിടെ സൃഷ്ടിക്കുകയായിരുന്നു. അതിൽ കൃത്യമായിട്ട് കടുവ ചെന്ന് ചാടുകയായിരുന്നു. അങ്ങനെ കൂട്ടിൽ ചാടിയ കടുവേനെ അരമണിക്കൂറിനുള്ളിൽ തന്നെ അവർ അവിടുന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് അവിടുന്ന് കൊണ്ടുപോയി. ഇപ്പം നേരെ കൊണ്ടുപോയിരിക്കുന്നത് കുപ്പാടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവിടെ ഇതിൻ്റെ പരിക്കുകളും കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും പിന്നീടുള്ള തീരുമാനം ഇതിനെ എങ്ങോട്ട് കൊണ്ടുപോകും, എവിടെ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമാകുക. ഒരുപക്ഷെ സുവോളജിക്കൽ പാർക്കിലോ മറ്റേ സൂവിലൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കും ഇതിനെ നിർത്തുക, അല്ലെങ്കിൽ ഇനി തുറന്നു വിടുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിനു മുന്നേ ഈ ഒരു ദൗത്യം നടത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. കാരണം അത്രത്തോളം അവർ അധ്വാനിച്ചിട്ടുണ്ട്. 10-12 ദിവസമായിട്ട് ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു നിരന്തരം, പകലില്ലാതെ ഇവരെല്ലാവരും. ഏതായാലും ഇത്രയും ദിവസം ഇവിടെ പരിഭ്രാന്തി വരുത്തിയ ഈ ഒരു കടുവ കൂട്ടിലായിരിക്കുകയാണ്. മനുഷ്യർക്കൊന്നും ഒരു അപകടം വന്നില്ല എന്ന് മാത്രം നമുക്കൊരു ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയുണ്ട്. ഏതായാലും ഇത്രയും ദിവസത്തെ ആ ഒരു ശ്രമം വളരെ വിജയകരമായിട്ട് നടന്നു. ഈ നാട്ടുകാരെ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയണം. വളരെ നീറ്റായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ സഹകരിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ ജോലി ചെയ്യാനായിട്ട് കൃത്യമായിട്ട് പറ്റി. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു അമരക്കൂനി കടുവയുടെ എപ്പിസോഡിൽ നമ്മൾ ഇനി കാണിച്ച് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് ഇനി ഒരു എപ്പിസോഡ് ഉണ്ടാവില്ല, ഇതോടുകൂടി കഴിഞ്ഞു. അപ്പോൾ ഏതായാലും നീണ്ട 7 എപ്പിസോഡായിരുന്നു നമ്മുടെ ചാനലിൽ കാണിച്ചത്. നീണ്ട ഒരു 10-12 ദിവസത്തെ ഒരു പരിപാടിയായിരുന്നു. ഏതായാലും ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.